ബിൽക്കിസ് ബാനു കേസിലെ പ്രതികളുടെ അപേക്ഷ സുപ്രീം കോടതി തള്ളി. കീഴടങ്ങാൻ സമയം വേണമെന്ന പ്രതികളുടെ ഹർജിയാണ് തള്ളിയത്. പ്രതികൾ ഉടൻ കീഴടങ്ങണമെന്നും കോടതി വ്യക്തമാക്കി. പി.ജെ. അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് പ്രതികൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ലഭിച്ച ഒരു കേസ് കൂടിയാണ് ബിൽക്കിസ് ബാനു കേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കീഴടങ്ങാൻ സാവകാശം തേടിയുള്ള ഹർജിയും തള്ളിയിരിക്കുകയാണ്. കാവ്യ, തീർച്ചയായും ഒരു തിരിച്ചടി തന്നെയാണ് ഈ ബിൽക്കിസ് ബാനുവിൻ്റെ പ്രതികൾക്ക് ഈ ബിൽക്കിസ് ബാനു കേസുമായി ബന്ധപ്പെട്ട 11 പ്രതികൾക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് സർക്കാർ ഈ പ്രതികളെ വിട്ടയച്ച നടപടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. കൂടാതെ ഈ ജനുവരി 21-നകം അഥവാ ഈ വരുന്ന ഞായറാഴ്ചയ്ക്കകം ജയിൽ അധികൃതർക്ക് മുമ്പിൽ കീഴടങ്ങാനായിരുന്നു സുപ്രീം കോടതി പ്രതികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിധി വന്ന ഉടൻ തന്നെ ഈ BJP പ്രവർത്തകരായ സംഘപരിവാർ പ്രവർത്തകരായ ഈ 11 പേരും ഒളിവിൽ പോകുന്ന കാഴ്ചയാണ് കാണാൻ പറ്റിയത്. ഈ പ്രാദേശിക നേതൃത്വത്തിൻ്റെയും BJPയുടെ സംഘപരിവാറിൻ്റെ സഹായം ഇവർക്ക് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവർ ഈ ഒരാഴ്ചയ്ക്കിപ്പുറം ഈ കീഴടങ്ങാനുമായും ബന്ധപ്പെട്ട് 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. എന്നാൽ ഇതിലെല്ലാം കൃത്യമായ ഒരു നിലപാടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു സമയവും നീട്ടി നൽകില്ല എന്നൊരു നിലപാട് സുപ്രീം കോടതി ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നു. പ്രതികൾ ഉടനടി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിൽ അധികൃതർക്ക് മുന്നിൽ ഞായറാഴ്ചയോടുകൂടി കീഴടങ്ങണം, കൂടാതെ ഉടൻ കീഴടങ്ങണമെന്നുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. പ്രായമായ മാതാപിതാക്കളുണ്ട്, കൂടാതെ ശൈത്യകാല വിളകളുടെ വിളവെടുപ്പ് നടത്താനുണ്ട്, കൂടാതെ പ്രായമായ മാതാപിതാക്കളുണ്ട്, മകൻ്റെ വിവാഹം വരുന്നുണ്ട് എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ 10 പ്രതികളും സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാലും ഇക്കാര്യത്തിൽ കടുത്ത ഒരു തിരിച്ചടിയാണ് ബിൽക്കിസ് ബാനുവിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഉടനടി കീഴടങ്ങാനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ഗുജറാത്തിലെ BJP സർക്കാരിനും കൂടാതെ പ്രാദേശിക സംഘപരിവാർ RSS നേതൃത്വത്തിനും കടുത്ത തിരിച്ചടിയാണ് ഈ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബിൽക്കിസ് ബാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനം ഇപ്പോൾ നടത്തുന്നുണ്ട്. കാരണം ഈ പ്രതികളെ പല രീതിയിൽ ഒളിവിൽ താമസിക്കുന്ന ഈ പ്രതികൾക്ക് നിയമസഹായം നൽകുന്നു. കൂടാതെ ഈ പ്രതികളെ ഈ വിധി വന്ന ഉടനെ തന്നെ ഒളിവിൽ പോകാൻ വേണ്ടി BJPയുടെ പ്രാദേശിക നേതൃത്വം സഹായിച്ചു എന്നുള്ള ആരോപണം പ്രതിപക്ഷവും അതുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടികളും BJPക്ക് വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഒരു കൂടുതൽ സമയം നീട്ടി നൽകാനാവില്ല. ഉടനടി ഈ പ്രതികൾ കോടതിക്ക് മുമ്പിൽ അല്ലെങ്കിൽ ജയിൽ അധികൃതരുടെ മുമ്പിൽ ഹാജരാകണം. ഈ ഞായറാഴ്ചയോടുകൂടി തന്നെ ഹാജരാവണം. എന്തായാലും ഈ പ്രതികൾ നൽകിയ ഹർജി സുപ്രീം കോടതിയിൽ തള്ളിയതിലൂടെ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം ഇവർ BJP RSS പ്രവർത്തകരാണ്. ഇതുമായി ബന്ധപ്പെട്ട ചരിത്രമെല്ലാം നമുക്കറിയാം. ഈ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ കേസായിരുന്നു ബിൽക്കിസ് ബാനുവിൻ്റേത്. കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ ഈ പ്രതികൾ കൊല ചെയ്തിരുന്നു. എന്തായാലും പ്രതികൾക്ക് കീഴടങ്ങാൻ കൂടുതൽ സമയം നേരിട്ട് നൽകാനാവില്ല. എന്തായാലും ഈ ഞായറാഴ്ചയ്ക്കുള്ളിൽ തന്നെ കീഴടങ്ങേണ്ടി വരുമെന്നുള്ള ഒരു വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, P.J. അരുണാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.